ഇലക്ഷൻ ട്രാവലർ കണിച്ചുകുളങ്ങരയിൽ എത്തിയപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. നിശ്ചയമായിട്ടും ആലപ്പുഴ വഴി നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും വന്ന് കാണേണ്ടുന്ന ഒരു സ്ഥലമാണല്ലോ അദ്ദേഹത്തെ, എൻ്റെ വസതി. പ്രത്യേകിച്ചും അദ്ദേഹത്തെ കണ്ട് രാഷ്ട്രീയം സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഇലക്ഷൻ ട്രാവലർ ഇങ്ങോട്ടേക്ക് വന്ന് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. ഇലക്ഷൻ ട്രാവലർ കഴിഞ്ഞ് നേരെ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് എനിക്കൊപ്പം ഇപ്പോൾ ഇരിക്കുന്നത്. സ്വാഗതം. നമസ്കാരം. നമ്മളൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം മുഴുവൻ സഞ്ചരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ മസ്റ്റായിട്ടും കാണേണ്ടുന്ന ഒരാളാണല്ലോ സാർ. അങ്ങനെ വന്നതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ 10-14 ദിവസം മാത്രമേ ആളുകൾ വോട്ട് ചെയ്യാൻ ബാക്കിയുള്ളൂ. അതെ. എന്താ തോന്നുന്നൊരു കാര്യം? എന്താ നടക്കുന്നത് ജനത്തിനുള്ളിൽ? എല്ലാ മുന്നണികളിലും വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. LDF ആയാലും UDF ആയാലും NDA ആയാലും ഈ 3 മുന്നണികളും ഇത്രയും ശക്തമായ പ്രവർത്തനവും പ്രചരണവും നടത്തിയ ഒരു കാലഘട്ടം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എല്ലാവരും ലക്ഷക്കണക്കിന് രൂപ മുടക്കും. അതെ. നമ്മൾ ഇന്നലെ ഒരു കാണാത്ത കേൾക്കാത്ത പല രീതിയിലുള്ള. താങ്കൾ ഫോണിൽ ഇതൊക്കെ കാണുമോ? ഫോണിൽ ചിലതൊക്കെ പരസ്യം. ചിലതൊക്കെ അത്രയൊന്നും ഉള്ളു. ഇത്തവണ പുറത്തുപോയാൽ കാണാവുന്നൊരു കാര്യം ഒരുപാട് പരസ്യങ്ങളാണ് സർക്കാരിൻ്റെ. അപ്പോൾ ഇതൊന്നും തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. കുറേ റോഡ് വികസനമൊക്കെ ആ സർക്കാർ അങ്ങനെ പരസ്യം ചെയ്യുന്നത് വസ്തുതാപരമായിട്ട് തന്നെയാണ് എന്നൊരു തോന്നലാണോ താങ്കൾക്കുള്ളത്? എല്ലാം വസ്തുതാപരമല്ലാതിരിക്കുമോ? ഇപ്പോൾ സർക്കാർ മാത്രമല്ല, UDF ചെയ്യുന്നില്ലേ? ഭയങ്കര ഓഡിയൻസൊക്കെ നമുക്ക് റോഡിൽ കാണാം. പണ്ടങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ പരസ്യം എന്ന് പറയുന്നത് സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ ആകത്തോത് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ഒരു വർഷം വരുമ്പോൾ പ്രചരിപ്പിക്കുക അവരുടെ വിജയത്തിന് അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് ചെയ്തത് എന്തെന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ പരസ്യമായിട്ടും അതല്ലെങ്കിൽ മറ്റ് മീഡിയ വഴിയൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യും. ഇവർ ചെയ്തതെല്ലാം തെറ്റാണെന്നും അങ്ങനെ ചെയ്തതെല്ലാം കള്ളത്തരമാണെന്നും ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് മറുഭാഗവും പ്രചരിപ്പിക്കും. ഇത് രണ്ടും നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതായത് ഈ 3 മുന്നണികളും ഇത്രയ്ക്ക് ശക്തമായിട്ട് പ്രചരണത്തിറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ നേരത്തെ ഉണ്ടാവില്ല. ഭയങ്കരമായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ അത് 2 തവണ ഭരിച്ച പിണറായി വിജയൻ സർക്കാർ 3-ാം തവണയും ഭരണത്തിലേക്ക് വരുമെന്നാണ് പിണറായിയും ഇടതുപക്ഷ ഭാഗത്തന്നെയും വിചാരിക്കുന്നത്. താങ്കളുടെ ഒരു തോന്നൽ എന്താ അതേക്കുറിച്ച്? കാരണം 3-ാമതും വരണം എന്നുള്ളത് വലിയൊരു വികാരം ഇന്ന് ജനങ്ങളിലുണ്ട്. എന്നാൽ തന്നെ 2-ാം പിണറായി സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ മികവ് 1-ാം പിണറായി സർക്കാരിൻ്റെ ഇടത്തോളം മെച്ചമായിരുന്നില്ല. ഒന്നാമത്തെ ആയിരുന്നു നല്ലത്, ബെസ്റ്റ്, സൂപ്പർ. 2-ാമത് അത്ര ആയില്ല. പക്ഷേ 3-ാമതും വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനൊക്കത്തില്ല. അതുകൊണ്ട് 3-ാമത്തേൽ ഇന്നുള്ള അത്തരം ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള വിചാരം എനിക്കില്ല. ഇടതുപക്ഷത്തിന് 10-65 സീറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അവരുടെ ഉണ്ട്. ബാക്കി 10-15 സീറ്റ് അവർ പിടിച്ചെടുത്താലേ കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം മത്സരം നടക്കുകയാണ്. ഈ 3-ാമതും വരാനുള്ള സാധ്യതയെ പറ്റി ചിന്തിക്കുമ്പോഴും അത് വരാൻ സാധ്യത ഇല്ലെന്ന് നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ല. കാരണം ഇവിടെ 3-ാമത്തെ മുന്നണി എന്ന് പറയുന്നത് BJP വളരെ സ്ട്രോങ് ആണ്. വളർന്നു കഴിഞ്ഞാൽ അവർ പിടിക്കുന്ന വോട്ടാണ് UDFൻ്റെ വോട്ടാണ് അവർ പിടിക്കുന്നത്. UDFൻ്റെ ആണ്. LDFൻ്റെതായ വോട്ട്, ഇടതുപക്ഷത്തിൻ്റെ വോട്ട് അതിങ്ങനെ ഫിക്സഡ് ആയിട്ട് ഇരിപ്പുണ്ട്. അവത്തിൽ നിന്ന് പോകുന്ന വോട്ടിൻ്റെ പെർസെൻറ്റേജ് വളരെ ചെറുതാണ്. UDFൻ്റെ വോട്ടിൻ്റെ അകത്ത് നിന്നാണ് മെജോറിറ്റി വോട്ടും NDA പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ശക്തമായ ഈ പിരിമുറുക്കത്തിൽ ഈ 3 മുന്നണി ശക്തമായി പ്രവർത്തിക്കുമ്പോൾ അത് കൂടുതൽ ക്ഷീണം വരാൻ സാധ്യത ഉള്ളത് UDFനാണ്. കാരണം അവരുടെ വോട്ടല്ലേ, വോട്ടിങ്ങനെ എണ്ണം കറക്റ്റല്ലേ, അതിൽ നിന്നല്ലേ 3ആയിട്ട് വിഭജിച്ചു പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ ഇന്നിപ്പോൾ NDA എഴുത്തള്ളാൻ നോക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഇന്നും പറയാൻ സാധിക്കില്ല. പണ്ട് അങ്ങനെയില്ല, അത് നിൽക്കാൻ പോലും ആളില്ലായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല, അവർ കുറേ സീറ്റ് പിടിച്ചെടുക്കും എന്നത് തോന്നലിലേക്ക് വരെ എത്തിക്കാനും കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലൊക്കെ അവർ കുറേ അധികം സീറ്റുകൾ ഒരു വോട്ടുകൾ അവർ നേടുകയും ചെയ്ത ഒരു സത്യം നമ്മൾ കണക്കിലൂടെ കാണുന്നു. തിരുവനന്തപുരം വരെ പിടിച്ചെടുത്ത് കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറേ നിയമസഭാ സീറ്റുകൾ അവർ 1-ാം സ്ഥാനത്തെത്തി. ഇതെല്ലാം കൂടെ കാണുമ്പോൾ നിഷ്പക്ഷമതികളായ ആർക്കും തോന്നാവുന്നത് 3-ാം പിണറായി സർക്കാരും
വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാവുന്നതല്ല. UDF പക്ഷേ 100 സീറ്റ് നേടുന്നതാണ് അവർ പറയുന്നത്. അതല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതെ, അദ്ദേഹം പിന്നെ മാറിയും പറഞ്ഞ്. പക്ഷെ 100 സീറ്റ് ഈ UDF വാങ്ങുമെങ്കിൽ കാക്ക മലന്ന് പറക്കും. അല്ല, രാഷ്ട്രീയ വനവാസത്തിന് പോകും അത്ര സീറ്റ് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം ആദ്യം പറഞ്ഞു, പിന്നീട് അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അങ്ങനെ പറയണമെങ്കിൽ ആ പറയുന്ന സമയത്തെങ്കിലും VD സതീശന് ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കില്ലേ പറയുന്നുണ്ടാവുക? ആത്മവിശ്വാസം രാഷ്ട്രീയത്തിൽ എപ്പോഴും ആത്മവിശ്വാസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. റിസൾട്ട് വരുന്നവർ ഞങ്ങൾ തന്നെ ഗീഗൽ ബ്ലെസിന്റെ സിദ്ധാന്തം നുണ പറഞ്ഞ് നേരാക്കിക്കൊണ്ടിരിക്കുക, അത് ജനഹൃദയങ്ങളിൽ എത്തിക്കുക, അങ്ങനെ ജനഹൃദയങ്ങളെ ഇങ്ങനെ തുള്ളിച്ചു നിർത്തിക്കൊണ്ട് അനുകൂലമാക്കിക്കൊണ്ടുവരിക. അതൊക്കെ ഒരു രാഷ്ട്രീയ അടവ് നയമാണ്. ഇപ്പം ഞങ്ങളെ പോലുള്ള ആളുകൾ കേൾക്കുമ്പോൾ ഇന്നലെ പക്ഷേ കഴിഞ്ഞ ദിവസം അവരുടെ നേതാക്കള് ചില ആളുകൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവെന്ന് പറയുന്നു, ചില ആളുകൾ VD സതീശൻ മുഖ്യമന്ത്രിയാവെന്ന് പറയുന്നു. എന്ന് വെച്ചാൽ സർക്കാർ ഉറപ്പായിട്ടും ഞങ്ങൾക്കാ കിട്ടുക, മുഖ്യമന്ത്രി ആരാകുന്നു എന്നുള്ള കാര്യത്തിൽ മാത്രമേ. KC വേണുഗോപാലിന് പറയുന്നുണ്ട്, സതീശന്റെ പറയുന്നുണ്ട്, രമേശ് ചെന്നിത്തല 3 പേരുണ്ട്. അതെ, അപ്പോൾ അത് അങ്ങനെ വരുന്നത് അവർക്ക് നല്ല ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കില്ലേ പറയുന്നുണ്ടാവുക? ആത്മവിശ്വാസം ഉണ്ടായതുകൊണ്ടല്ല, ഈ അധികാരമോഹം കൊണ്ടുള്ള. ഒന്നാമത് തന്നെ ഇങ്ങനെ ആകും അല്ലെങ്കിൽ കിട്ടും എന്ന് സാധാരണഗതിയിൽ കിട്ടുമെന്ന് ബോധ്യമുള്ള ആളുകളാരും ഇങ്ങനെ പരസ്യമായിട്ട് പറയല. നിറകുടം തുളുമ്പുമോ? ഇപ്പോൾ രമേശ് ചെന്നിത്തല വളരെ സീനിയറാണ്. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കും അല്ലെങ്കിൽ വേണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്കത് തള്ളാൻ സാധിക്കില്ല. അതുപോലെ വേണുഗോപാൽ, അദ്ദേഹം ഇന്ന് കേരളത്തിൽ നിന്ന് എല്ലാവരും കൂടെ അടിച്ചോടിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കൂടെ ഉണ്ട്. പക്ഷെ ഇവിടുന്ന് പോയതോടുകൂടി അദ്ദേഹം വലിയവനായില്ലേ, വലിയ ആളായി. പിന്നെ നമ്മൾ എത്ര വന്നാലും കഴിവായിട്ട് അംഗീകരിക്കണം. ഒരു ഇംഗ്ലീഷ് നല്ലപോലെ അറിയാൻ പാടില്ലാത്ത, ഹിന്ദി ഒട്ടും പറയാനറിയാൻ പാടില്ലാത്ത അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസിൽ 2ാം സ്ഥാനത്തായില്ലേ. ഇപ്പൊ പക്ഷെ നന്നായിട്ട് ഭാഷയെ കൈകാര്യം ചെയ്യുന്നു ആയിരിക്കും, പഠിച്ചു കാണുമല്ലോ, ഇത്രയും കൊല്ലായില്ലേ. ആകട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആ ഒരു പാർട്ടിയാണ്, വലിയ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഇന്ന് നിയന്ത്രിക്കുന്ന ഇതിൽ പ്രധാനിയായി ഇന്ന് വേണു മാറിയെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെ. കഴിവിനെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തു. അദ്ദേഹം ഇവിടെ മുഖ്യമന്ത്രിയാകാൻ എന്ന് പറഞ്ഞാൽ അത് തെറ്റൊന്നും പറയാൻ സാധിക്കും. ഇപ്പൊ എൻ്റെ ഒരു സാങ്കല്പിക ചോദ്യമാണ്, LDF-നാണ് സാധ്യത എന്നാണ് നമ്മൾ കാണുന്നത്, പറഞ്ഞപ്പോൾ എങ്ങനെയാണ്. പക്ഷേ UDF ആണ് വരുന്നതെങ്കിൽ ഈ 3 പേരിൽ ആര് മുഖ്യമന്ത്രിയാണെന്നാണ് സാർ വിചാരിക്കുന്നത്? എൻ്റെ ധാരണ വേണുഗോപാലാകണമെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ അനുയായികളെയാണ് ഇവിടെ MLA ആയിട്ട് പലരെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ വേണുഗോപാൽ മത്സരിക്കുന്നില്ല. വേണ്ടല്ലോ, മുമ്പ് ആരും മത്സരിച്ചിട്ടാണ് ഇവിടെ മുഖ്യമന്ത്രിയായത്. ഇവിടെ വന്ന് ഇരുന്ന ശേഷം ഒരാൾ രാജിവെച്ച പോലെ എത്രയോ പേര് പുള്ളിക്ക് വേണ്ടി രാജിവെച്ചിട്ട് സ്ഥാനം മാറി തരാതിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ തവണ രമേശിനെ ചെറുതായിട്ട് കപ്പിനും ചുണ്ടിനിടയിൽ നഷ്ടപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. കോവിഡൊക്കെ ആയതുകൊണ്ടാണ് കിട്ടാൻ. അപ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ല അദ്ദേഹത്തിന്, രമേശ് ചെന്നിത്തലക്ക്? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൊടുക്കുന്നത് ആരും തെറ്റും പറയാൻ പറ്റില്ല. അതിന് അർഹതയുള്ളവനാണ്. ഇംഗ്ലീഷും ഹിന്ദിയും നല്ലപോലെ അറിയാവുന്ന ആളും കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ ഏറ്റവും സീനിയറായ നേതാവ്. അത്തരം സീനിയറായ നേതാവ് ആരുണ്ട്? പിന്നെ എല്ലാവരും കൂട്ടിപ്പിടിച്ചു കൊണ്ടുപോകാനുള്ള മുഖകാന്തിയും അടവ് നയവും തന്ത്രജ്ഞയും നല്ല കള്ളച്ചിരിയും ഒക്കെ രാഷ്ട്രീയക്കാർക്ക് വേണ്ട എല്ലാ അടവ് സ്വഭാവങ്ങളും മിസ്റ്റർ രമേശുണ്ട്. ആരെയും വെറുപ്പിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന പോലുള്ള തറവറ പറച്ചിൽ രമേശനുണ്ടോ? ഇല്ല. ഒരു ഇരുത്തം എന്ന നേതാവിൻ്റെ എല്ലാ ഗുണഗണങ്ങളും രമേശനുണ്ട്. സതീശനോടാണ് പക്ഷേ താങ്കൾക്ക് അത്ര മതിപ്പില്ലാത്തത്? എനിക്കല്ല, ആർക്കും ഇല്ലപ്പാ, ആരും മിണ്ടതാ. പുള്ളിക്ക് തന്നെ പുള്ളിയെപ്പറ്റി മതിപ്പില്ലല്ലോ. എങ്ങനെയാണ് പുള്ളി സംസാര ശൈലികൾ നോക്ക്. ഇത് കേരളമാണപ്പാ, ഇത് കർണാടക അല്ല, തമിഴ്നാടല്ല. ഈ ഓരോരുത്തരും വിനയവും മര്യാദയും സംസ്കാരത്തോടു കൂടി സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നവരെയാണ് ഇന്ന് ജനങ്ങൾക്ക് ഇഷ്ടം. സ്വന്തം അച്ഛൻ പോലും മക്കളോട് ദേഷ്യപ്പെട്ട മക്കൾ കേൾക്കുന്ന കാലമല്ല ഇത്. പുള്ളി ആജ്ഞാപിക്കല്ലേ. ഒരു സ്റ്റേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ മൈക്ക് പിടിച്ചെടുക്കുക, മിണ്ടാതിരിക്കടാന്ന് പറയുക, എന്ന് പറയുന്ന ഒരു ഊഷ മനസ്ഥിതി വെച്ചോണ്ടിരിക്കുന്നത്. പുള്ളിക്കുള്ളൊരു ബലമുണ്ട്. കോൺഗ്രസിനുള്ള ബലമല്ല, ലീഗിലുള്ള ബലമാണ് പുള്ളിക്കുള്ള ബലം. അല്ലാതെ ഒരു ബലമില്ല പുള്ളിക്ക്. ലീഗിൻ്റെ ഒരു ബലവും ലീഗിൻ്റെ വക്താവായിട്ട് നിൽക്കുന്നതുകൊണ്ടുള്ള ബലമാണ് ഈ പറച്ചിൽ മുഴുവൻ. ബാക്കി കോൺഗ്രസിനകത്തുള്ള ആർക്കും അദ്ദേഹത്തെ ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നിട്ട് കുറേയൊക്കെ പ്രവർത്തിച്ചിട്ടല്ലേ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ജയിക്കുകയും മറ്റൊക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എന്ന് പുള്ളിയുടെ കഴിവുകൊണ്ടാണെന്ന് പറഞ്ഞാൽ
അത് ഭയങ്കര അപകടമാണ് പറയുന്നത്. പുള്ളിയുടെ കഴിവുകൊണ്ടാണ് കുറേ പേരെങ്കിലും പോയത്. ഇപ്പോൾ സുധാകരൻ പോയത് എങ്ങനെയാണ്? ഇവിടെ ഈ കേരള രാഷ്ട്രീയത്തിലെയും ഈ പലരും പോകാൻ കാരണവും തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ നയത്തിലുള്ള വിഷമം. അവിടെ സീനിയർ ഹാൻഡ്സിനെ പോലും ഇൻസൾട്ട് ചെയ്യല്ലേ. സെക്രട്ടറിയോട് പേഴ്സണലി അങ്ങനെ നല്ലോണം സംസാരിക്കാത്തതുകൊണ്ടാണോ ഇങ്ങനെ തോന്നുന്നത്? എന്നോട് നല്ലപോലെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളല്ലേ. എത്രയോ കൊല്ലത്തെ ബന്ധമാണ് എനിക്ക്. ഞങ്ങളെ ഒന്നിച്ച് ചക്കരയും പീരയും പോലാണെന്നാണ്. ആണല്ലേ? പിന്നെ പറവൂര് ഏത് പരിപാടിക്ക് വന്നാലും ഇദ്ദേഹം സതീശൻ ഉണ്ടാകും. പിന്നെന്താ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായത്? പുള്ളിയുടെ ശൈലി മാറി, അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചവനായി മാറി. സ്ഥാനം കിട്ടിയപ്പോൾ പഴയത് മറന്നുപോയി. പിന്നെ പല പ്രാവശ്യം ജയിച്ചു എന്ന് പുള്ളിയുടെ പ്രതാപം കൊണ്ടാണ് ഇതെല്ലാം ജയിക്കുന്നത്, പുള്ളിയുടെ കഴിവുകൊണ്ടാണ് ജയിക്കുന്നത് എന്ന് തോന്നി. അങ്ങനെ വന്നപ്പോൾ പിന്നെ അഹങ്കാരം ഏത് പരിധി ആകാമെന്നായി. പുള്ളിയുടെ സർവജ്ഞനാണ്, പുള്ളിക്ക് എതിരാരുമില്ല എന്നതും പ്രതിപക്ഷ നേതാവായി കൂടെ കിട്ടിയപ്പോൾ രണ്ട് സർവജ്ഞ പീഠം കിട്ടിയ രീതിയിൽ ആരോട് എന്തും പറയാം. നിങ്ങൾ തന്നെ കണ്ടില്ലേ, സുധാകരൻ ഒതുക്കിയത് ആരാ? സുധാകരൻ എന്താ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എന്ത് പറഞ്ഞാൽ അപ്പം പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ എതിർത്തിരിക്കും. ഈ കോൺഗ്രസിനകത്ത് മുഴുവൻ കലക്കലുണ്ടാക്കിയ ആരാണ്? അവർ ഒറ്റ മനുഷ്യനാണ്. പക്ഷെ അതെല്ലാം ഒരു വിധത്തെ പാച്ചപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ആരാണ്? വേണുവാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും കേരളത്തിലെ എല്ലാവരും നല്ലപോലെ അറിയാവുന്ന ആളാണ്. അവരെ എല്ലാം ഇങ്ങനെ ഇടപെട്ട് ശാന്തമാക്കി കൊണ്ടുപോകുന്നു. ഇദ്ദേഹത്തിനാണ് ഇതെല്ലാം ഏൽപ്പിച്ചിരുന്നൊന്നും കൊണ്ടില്ല. കോൺഗ്രസ് തല കീഴായിട്ട് തലകഷ്ണമായിട്ട് കിടന്നു. ഇപ്പം ഭയമില്ല. സെക്രട്ടറി പറഞ്ഞു ഇപ്പൊ എന്തായാലും സാധ്യത കൂടുതലുള്ളത് LDF നാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇത്തവണ കൂടെ UDF വന്നില്ലെങ്കിൽ കോൺഗ്രസ് വല്ലാതെ ക്ഷീണിച്ചു പോകില്ലേ? സ്വാഭാവികമാണല്ലോ. എന്നാലും ക്ഷീണിച്ചു പോകുമെങ്കിലും കോൺഗ്രസ് എന്ന് പറഞ്ഞത് നശിച്ചു പോകുന്നൊരു പാർട്ടിയല്ല. അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന വലിയ പാർട്ടിയല്ലേപ്പാ. കേരളത്തിൽ വലിയ വേരുകളുണ്ട്. വേരുണ്ട്. എത്രയോ പേര് കോൺഗ്രസിൽ വിശ്വസിച്ച് നിൽക്കുന്നവരുണ്ട്. പിന്നെ കോൺഗ്രസിനെ പറ്റി പരാജയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭരണപരമായ പരാജയം കൊണ്ടും ഉൾക്കാഴ്ചയില്ലാതെ വന്നതോടുകൂടി നെഹ്റുവിന് ശേഷം അതും കീഴ്പോട്ട് വന്നു. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എത്ര ചെറിയ കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രം ഭരിക്കുന്ന ഒരു പാർട്ടിയായി മാറിയില്ലേ. പിന്നെ അവിടെ നയക്കുറവുണ്ട്. അതുകൊണ്ട് പാർട്ടി മോശമൊന്നുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മോശം പാർട്ടിയാണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. പക്ഷെ നയിക്കുന്നവരുടെ നയത്തിൻ്റെ കുറവ് കൊണ്ടോ സമീപനത്തിൻ്റെ കൊണ്ടോ എല്ലാം കൊണ്ട് ഇന്ന് ആ പാർട്ടി സർവനാശത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. ഒറ്റയ്ക്ക് പോലും നിൽക്കാൻ നിവൃത്തിയില്ല. പണ്ട് ഒറ്റയ്ക്ക് നിന്ന് എല്ലായിടത്തും ഭരിച്ചുകൊണ്ടിരുന്നവർ ഇത് ഘടകകക്ഷികളായ പലരെയും കൂട്ടുപിടിച്ചുകൊണ്ട് മാത്രമാണ് പലയിടത്തും നിൽക്കാനും നിവരാനും സാധിക്കുന്നത്. മറ്റു പല പാർട്ടികളുടെയും വടിയില്ലാതെ നടക്കാനൊക്കുന്നില്ല. ഇതിപ്പോൾ പിന്നെ അടുത്ത സർക്കാരും LDF ആണ് വരുന്നതെങ്കിൽ നമുക്ക് സംശയമില്ലല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കും. അത് അവരുടെ പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. മൂന്നാം തവണയും മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ വരുന്നത് തന്നെയാണോ കേരളത്തിന് നല്ലത്? അതുകൊണ്ടെന്താ ദോഷം? ഭരണപരിചയമില്ലേ, മാത്രമല്ല ഗുണവും ദോഷവും കുറേ മനസ്സിലാക്കിയില്ലേ. അപ്പോൾ ഒന്നാമതും രണ്ടാമതും ഭരിച്ചപ്പോഴുള്ള ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കി മൂന്നാമതും ഒന്നുകൂടെ മെച്ചമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ലേ. ഒരു ഭരണകർത്താവ് എന്ന നിലക്ക് എത്ര മാർക്ക് കൊടുക്കും വെള്ളാപ്പള്ളി ഇതുവരെ കഴിഞ്ഞ അദ്ദേഹത്തിന്? ഭരണകർത്താവ് എന്ന നിലയിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇവിടെ എല്ലാം തമ്മിൽ തല്ലി കിടക്കല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും VS ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പ് എല്ലാം അലവലാതിയായിട്ട് തമ്മിൽ തല്ലി കിടന്നിരുന്ന ആ പാർട്ടിയെ തൻ്റെ നയം കൊണ്ടും ഇരുമ്പ് മുഷ്ടിയും കൊണ്ടാണെന്ന് വിചാരിച്ചോളൂ. അതെല്ലാം ഒരൊറ്റ ചരടി കൊണ്ടുവരാനും ഇവിടുത്തെ പല ഘടകകക്ഷികളുണ്ട്. അവരെല്ലാം ഒന്നിച്ചു നിർത്താൻ സാധിച്ചില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരാളില്ലാത്തൊരു പാർട്ടിയാണ് ഘടകകക്ഷിയായിട്ട് കിട്ടിയതെന്ന് പോലും അവർക്കെല്ലാം തന്നെ അർഹതപ്പെട്ട സ്ഥാനം കൊടുക്കുന്ന ഏക പാർട്ടി ഇവിടുത്തെ LDF ആണ്, CPM ആണ്. അതെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരാൾ പോലും ഇല്ലാത്തതുകൊണ്ട് ഒന്നുമില്ല കോർപ്പറേഷൻ കൊടുക്കും, ഒരാളെ ഉള്ളെങ്കിൽ അവനെ മന്ത്രിയാക്കും. അങ്ങനെ ചെയ്തിട്ടുള്ള വേറെ ഏത് പാർട്ടിയുണ്ട്? അതൊക്കെ പിണറായി വിജയൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു നിലപാടും കൊണ്ട് കൂടിയാണ്. ആ നിലപാട് കൊണ്ടാണ്. ആ നിലപാടിൽ ചില നിലപാടിൽ തെറ്റ് പറ്റിയിട്ടില്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യത്തുണ്ടായിരുന്ന എല്ലാവരെയും മാറ്റിയിട്ട് പുതിയൊരു പരീക്ഷണത്തിന് തയ്യാറായപ്പോൾ അതിൽ വന്ന പലരും ഭരണപരിചയത്തിൻ്റെ കുറവ് കൊണ്ട് അല്പം പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പരാജയത്തിൻ്റെ കാരണം ഭരണപരിചയക്കുറവാണ്. ഇപ്പോൾ ശ്രീമതി ടീച്ചർ മാറ്റി, അത് നല്ല ഒരു ഹെൽത്ത് മിനിസ്റ്ററായിരുന്നല്ലേ, ശൈല ടീച്ചർ നല്ല ഹെൽത്ത് മിനിസ്റ്ററായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന ടീച്ചർ
മോശം എന്നൊക്കെ പറയാൻ പറ്റില്ല. വീണ ജോർജ് അവരെ നശിപ്പിക്കണമെന്ന് ആർക്കാണ്ടൊക്കെ ഒരു അജണ്ട ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് ചെയ്താലും ഇഷ്ടമില്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞ പോലെ വീണ ജോർജ് തൊട്ടാൽ എല്ലാവരും കൂടി വീണ ജോർജിന്റെ തലയിൽ കയറുകയാണ്. അവർ ചെയ്യാത്ത കുറ്റത്തിന് ആരെങ്കിലും എവിടെ കിടന്ന് തൂക്കിച്ചെത്താലും വീണ ജോർജിന്റെ തലയിലാണ്. സത്യത്തിൽ അവർ അത്യാവശ്യം നന്നായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഭരണപരിചയമില്ലാത്തവർ പരിചയപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവരെല്ലാം നന്നായിട്ട് കൊണ്ടുപോകും. പക്ഷെ പരിചയപ്പെട്ട് കിടന്നവർ പിന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ മെച്ചമായാണ്. അതെ, ഒന്നുകൂടെ മെച്ചമായാണ്. ആ ഒരു കാര്യം അടുത്തതിൽ തിരുത്തണമെന്നാണ് വിചാരിക്കുക അല്ലേ? ഇതിപ്പോ പിണറായി വിജയൻ ഇപ്പൊ സമീപകാലത്ത് കുറെ ഇന്റർവ്യൂ കൊടുത്തു, ഇലക്ഷൻ ആയതുകൊണ്ട് ഒരു ദിവസം തന്നെ 21 ഇന്റർവ്യൂ ഒക്കെ കൊടുത്തു. അപ്പൊ അതിനകത്ത് എല്ലാവരും പലരായിട്ടും ചോദിച്ചു താങ്കളുടെ പേര്. വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, അപ്പോൾ എതിർത്തില്ലല്ലോ എന്നൊക്കെ. പക്ഷേ എല്ലാ മറുപടിയിലും അദ്ദേഹത്തിനെതിരായിട്ടുള്ള വർത്തമാനം എൻ്റെ നാക്കിൽ നിന്ന് വരുന്ന വിചാരിക്കണ്ട എന്ന് പൊതുവായിട്ട് പറഞ്ഞു. താങ്കൾക്കെതിരെ എന്തെങ്കിലും പറയാൻ അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹം പറഞ്ഞു വർഗീയ നിലപാടോ അല്ലെങ്കിൽ എന്തെങ്കിലും ശരിയല്ലാത്ത നിലപാടുള്ള സമയത്ത് ഞങ്ങൾ പറയാനൊന്നും മടി കാണിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിനെതിരെ വർത്തമാനം പറയാൻ ഇപ്പോൾ ഉള്ള സാഹചര്യമില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. അപ്പോൾ താങ്കളോടൊരു വളരെ സൗഹൃദപരമായിട്ടുള്ള സമീപനം വന്നിട്ടുണ്ട് പിണറായി വിജയൻ. അത് നേരത്തെ ഉണ്ടായിരുന്നാണോ നിങ്ങൾ തമ്മിലൊരു ബന്ധം? അല്ല, പിണറായിക്കുമല്ല എന്നോട് ആർക്കും കോൺഗ്രസിലെ രമേശ് എന്നോട് പണങ്ങളുണ്ടാകും. ഇപ്പൊ ആർക്കും ഇല്ല. പക്ഷെ പിണറായി വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് നല്ല ഫൈറ്റ് നടന്നല്ലേ? വി എസ് അച്യുതാനന്ദന് ആയിട്ട് നോക്കുമ്പോൾ വി എസ് അച്യുതാനന്ദന് എന്നോട് പണക്കുണ്ടാകും. അങ്ങേർക്ക് തെങ്ങക്കിഴങ്ങ് മാങ്ങയാണെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം മാങ്ങ ഉണ്ടെന്ന് ഞാൻ പറയണം. അതെനിക്ക് പലപ്പോഴും സഹായിക്കാതെ പോകുന്നത്. അതുപോലുള്ള സ്വഭാവമൊന്നും ഇദ്ദേഹത്തിനില്ല. ഉള്ള കാര്യം നമുക്ക് പറയാം. ഇപ്പോൾ ഇവിടെ ഈ വാതിക്ക് 365 ദിവസം കല്യാണം. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ കാർ കയറിയതാണല്ലോ എല്ലാവരും പറയുന്നത്. സത്യത്തിൽ കാർ കയറിയിട്ട് എന്താ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത്, സംസാരിച്ചത്? അല്ലെ, കാറിൽ ഞാൻ പറയട്ടെ, കാറിൽ കയറി നിങ്ങളിപ്പോൾ അവിടെ ചെന്ന് നോക്ക്, അതിനേക്കാൾ എത്രയോ ഇരട്ടി വിലയുള്ള കാറാണ് ഇവിടെ കണ്ടവിടെ. അത് എല്ലാ കേരളത്തിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. പിന്നെ ഞാൻ ചൂട്ടി ഞങ്ങൾ രണ്ടുപേരും ഒരു അടുത്തടുത്ത മുറിയിലാണല്ലോ താമസിച്ചത്. പോകുമ്പോൾ ഒരു വണ്ടിയിലും കയറി, വളരെ സ്വാഭാവിക വണ്ടിയല്ലേ. ഞാൻ എത്രയോ രാഷ്ട്രീയക്കാരൻ്റെ വണ്ടി കയറിയിട്ടുണ്ട്. എത്രയോ രാഷ്ട്രീയക്കാരുടെ വണ്ടി ഞാൻ കയറിയിട്ടുണ്ട്. ഇതെത്ര പൊക്കിയെടുത്തതിൻ്റെ കാരണം എന്താണ്? ഞാനൊരു പിന്നോക്കക്കാരനായിപ്പോയി അമ്പലത്തിൽ ചെന്നതും കൊണ്ടല്ലേ അതൊരു പിന്നോക്കക്കാരനായ മുഖ്യമന്ത്രിയുടെ വണ്ടി പറഞ്ഞാണ്. വേറെ വല്ലവരാണ് കയറി എന്നെങ്കിൽ പറയുമോ? ഇത് ചർച്ചയാകുമായിരുന്നു. അല്ല, അതിനൊരു കാരണം അതിനു മുമ്പ് താങ്കൾ നടത്തിയ പ്രസ്താവനകൾ കൂടെ ബന്ധപ്പെട്ടാണ് മനസ്സിലാക്കുക. അതിലേക്ക് വരുന്നതിന് മുമ്പ് ശരിക്കും നിങ്ങൾ ഒന്നിച്ച് കാറ് പോകുമ്പോൾ എന്താ പറഞ്ഞത്? വെറുതെ തമാശ പറഞ്ഞിരിക്കായിരുന്നു. തമാശ പോലെ എന്തൊരു സുഖമാണോ ചോദിച്ച്. കുഴപ്പമൊന്നുമില്ല. കാരണം ഒരുപാട് വർത്തമാനം പറയാനുള്ള സമയമില്ല. ആകെ 100-200 മീറ്ററല്ലേ ഉള്ളു, കയറി ഇറങ്ങാനുള്ള സമയമല്ലേ ഉള്ളു. ഇത്ര മഹാസംഭവമാക്കി എടുത്ത് ഭയങ്കര കഷ്ടമാണ് കേട്ടാ. എന്ന് വെച്ചാൽ ഞാനൊരു വണ്ടി കയറി ഇതിക്ക് മുമ്പ് ഞാൻ കരുണാകരൻ സാറിൻ്റെ വണ്ടി കയറിയിട്ടുണ്ടല്ല, അന്നാരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് പിണറായിയുടെ വണ്ടി ഞാൻ കയറി, പിണറായിയുടെ വണ്ടിയല്ലേ ഞാൻ കയറിയത്, സർക്കാരിൻ്റെ വണ്ടിയിലാണ്, എനിക്കും കൂടെ അവകാശപ്പെട്ട വണ്ടിയാണെന്ന്. പിണറായിയുടെ സ്വന്തം വണ്ടി അല്ലല്ലോ അത്. എന്താണ് ഞാനത് കയറിപ്പോയത് എന്താണ്? അത് പക്ഷേ എനിക്ക് തോന്നുന്നത്, അല്ല അതിനു മുമ്പ് മറ്റൊരു കാര്യം, എന്നോട് പണ്ടൊരു അഭിമുഖത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് താങ്കളുടെ കാറിലായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഈ മണ്ഡലത്തിലെ പല സ്ഥലങ്ങളിലും പോയി അല്ലേ? ഈ വീട്ടിന് മുമ്പിൽ കൊണ്ട് നിർത്തും. എന്നിട്ട് എൻ്റെ വണ്ടി കയറി ബാക്കിൽ പുള്ളി എൻ്റെ വണ്ടിയുടെ മുമ്പിൽ ഇരിക്കും, ഞാനും ഭാര്യയും പുറത്ത് ഈ ഇവിടെ എല്ലാം പറയേണ്ടത് വന്നത് തെരഞ്ഞെടുപ്പ് ഇവിടെ നല്ല മനസ്സിലാക്കി. വി എസ് ശ്രീനിവാസൻ എന്തുമാത്രം എൻ്റെ വണ്ടി ചോദിച്ചിട്ടുണ്ട്, പി കെ വാസുദേവൻ എന്തുമാത്രമുണ്ട്. ഗൗരിയമ്മ ഇതാ 2152 എന്ന് പറഞ്ഞ കാർ അവിടെ കിടപ്പുണ്ട്, 67 മോഡല്. അത് പുതുതായിട്ട് എടുത്ത ഉടനെ ആ ഗൗരിയമ്മയാണ് അതും കൊണ്ട് കേരളം മുഴുവൻ പ്രകടനം നടത്തിയത്. അപ്പോൾ ഇവരൊക്കെ അത്ര ചീപ്പായിട്ട് കണ്ടു കളഞ്ഞില്ല. അല്ല, അത് പിന്നെ രാഷ്ട്രീയ വിവാദങ്ങളാണല്ലോ. ഇതിൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൽ താങ്കൾ കണ്ടൊരു സവിശേഷത എന്താ? താങ്കൾക്കൊരു സൗഹൃദം രണ്ടുപേർക്കും അങ്ങോട്ടും. ഞാൻ അദ്ദേഹത്തിനൊക്കെ ഇതുവരെ ഒരു സ്വകാര്യ കാര്യത്തിലായിട്ട് പോയിട്ടില്ല. അദ്ദേഹത്തിനുള്ള കഴിവെന്ന് പറഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി, ഞാൻ അതാണ് കണ്ടത് പ്രധാനമായിട്ട്. ഈ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ളവരിന്ന് ഭരണത്തില്ല എങ്കിൽ ഇവിടെ കുത്തഴിഞ്ഞ് ഭരണം ഉണ്ടാകും. പിണറായി വിജയൻ നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ്. പിന്നെ ഭയം എന്നുള്ളത് വേണ്ടേ? നേതാവ് തോളെ കൈവിട്ട് ഒന്ന് കള്ളം കുടിച്ച് വീടിയും പിരിച്ച് നടക്കുന്നവനാണെന്നുണ്ടെങ്കിൽ അനുയായി അത് പോകും. ഇത് അദ്ദേഹത്തിനൊരു ഒരു ഭയമുണ്ട്. കാരണം അദ്ദേഹത്തിന് ശുദ്ധിയുണ്ട്, അതുകൊണ്ടാണ്. പലർക്കും ശുദ്ധിയില്ലാത്ത ഒരുപാട് പേരുണ്ട് കേരളത്തിൽ. അപ്പം അവർക്കെല്ലാം പിണറായി ഭയമാണ്. അദ്ദേഹം അസന്മാർക്ക് നടപടിക്ക് പോകില്ല, കള്ളുപിടിക്കാൻ പോകില്ല, ക്ലബ്ബിൽ പോകില്ല, ഒന്നും പോകില്ല. പുള്ളിയുടെ ആ തൊഴിൽ കൃത്യമായും ഭംഗിയായും ന്യായമായും മാന്യമായും അതൊന്നും നടത്തുമ്പോഴും ഇത് മറ്റൊരു പാർട്ടി നിങ്ങൾ നോക്ക്, ഇങ്ങനെയാണോ ആ നേതാക്കന്മാർ?
അല്ല, തോളെ കൈ ഇട്ട് വണ്ടി കയറി ഒന്നിച്ച് വേണമെങ്കിൽ മദ്യപിച്ച് സിഗരറ്റ് വലിച്ച്. അപ്പോൾ ലീഡർ എന്ന് പറയും. ഇപ്പം കരുണാകരൻ സാർ ലീഡറാണ്. അതുപോലെ തന്നെ ഒരു ലീഡറാണ് പിണറായി വിജയൻ. പിണറായി സാറിൻ്റെ ലീഡർഷിപ്പിനെ പറ്റി ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. അങ്ങനെ പ്രവർത്തന ശുദ്ധിയെപ്പറ്റിയും ആജ്ഞാശക്തിയെപ്പറ്റിയും ആർക്കെങ്കിലും മിണ്ടാനൊക്കുമോ? അതുപോലെയല്ലേ ഇപ്പോൾ പിണറായിക്കും പ്രവർത്തനത്തിലും ആജ്ഞാപിക്കുന്നതിനകത്തായാലും. പിന്നെ ചിലപ്പോൾ എല്ലാം പിന്നെ കടക്ക് പുറത്ത് മറ്റേ കണാമണമെന്നൊക്കെ ചില വാക്കുകൾ വന്നു ഇങ്ങനെ പർവ്വതീകരിച്ച് പറയാറുണ്ട്. അത് സ്വാഭാവികമാണ്. NSS അത് കഴിഞ്ഞാൽ NSS ഇപ്പോൾ ഇടതുപക്ഷത്തോട് നല്ല ആഭിമുഖ്യമുണ്ട്. മുൻകാലങ്ങളിൽ ഇല്ലാത്തതാണത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു NSS UDF-നൊപ്പം അല്ലാതെ LDF-നോട് അങ്ങ് ചേർന്ന് നിന്നൊരു കാലമില്ല. എല്ലായ്പ്പോഴും LDF-നോട് അടുപ്പം കാണിച്ചത് SNDP ആയിരുന്നു. ഇപ്പോൾ NSS അടുപ്പം കാണിക്കുമ്പോൾ ഇപ്പോൾ NSS-ഓ SNDP-യുള്ള ഐക്യമൊക്കെ അങ്ങ് പോയല്ലോ, അതില്ല ഇപ്പോൾ. അപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് SNDP-ക്ക് ഉണ്ടാകേണ്ട കാര്യമുണ്ടോ? NSS LDF-നോട് ഒരു അടുപ്പം കാണിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് കാണിക്കേണ്ടതില്ല. അവർക്ക് ആവശ്യപ്പെട്ടും അർഹതപ്പെട്ടും വേണമെന്ന് പറഞ്ഞ് അവർ സമരം ചെയ്തോ പറഞ്ഞോ സ്വാധീനിച്ചോ വാങ്ങിച്ചാൽ എന്താ തെറ്റ്? നമുക്ക് ഒരു തെറ്റും പറയാൻ സാധിക്കില്ല. അവർക്കും പല മേഖലയിലും കുറവുകളുണ്ട്. അതുകൊണ്ടല്ല മുന്നോക്ക സമുദായ ക്ഷേമ വകുപ്പൊക്കെ ഉണ്ടായി കൊടുത്തില്ലേ ഈ ഗവൺമെൻറ്. NSS-നോട് ഒരു വഴക്കുണ്ടോ? ഒരു വഴക്കുമില്ല. NSS-കാർ എത്രയോ എന്നോട് ഇഷ്ടാ, ഭയങ്കര ഇഷ്ടാ. പിന്നെ എൻ്റെ നയത്തോടും ഇഷ്ടമാണ്. സുകുമാരൻ നായർ അദ്ദേഹത്തിന് ഇടയ്ക്ക് ഇഷ്ടക്കുറവും വരും. ഇതിനൊന്നും എനിക്ക് പ്രശ്നമില്ല. വഴക്കൊന്നുമില്ല. തള്ളിയും ചിലപ്പോൾ കൊള്ളിയും പറയും, ഒന്നും പറയും. തള്ളിയും കൊണ്ട് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. ജി സുധാകരൻ താങ്കൾക്ക് വളരെ കാലമായിട്ട് അദ്ദേഹം 10-63 വർഷക്കാലം CPM-ന്റെ നേതാവായിട്ട് ഇപ്പൊ അപ്പുറത്ത് മാറിയെന്ന് മത്സരിക്കും. എന്താ തോന്നുന്നത് വെള്ളാപ്പള്ളിക്ക്? എനിക്ക് വലിയ സങ്കടം തോന്നുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ മത്സരിക്കും. കാരണം വ്യക്തിപരമായിട്ടും അല്ലാതെയും 10-35 കൊല്ലത്തെ ബന്ധം ഞങ്ങൾ ഒരു സഹോദര തുല്യം പോലെ. പലപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾ രണ്ട് ഇരുട്ടായിരുന്നു, കണ്ടാൽ രണ്ടും ഈ മുട്ടയും ഈ ഫോട്ടോ കണ്ട പലപ്പോഴും രണ്ടും ഒരുപോലെയൊക്കെ തോന്നി പല കമൻറ്റും പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ആത്മീയ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടാകും വർഷങ്ങളായിട്ട്. പല പ്രതിസന്ധി വന്നപ്പോഴും എല്ലാം എനിക്ക് താങ്ങായി തണലായി ശക്തമായി എനിക്ക് പിൻബലം തന്നിട്ടുള്ള ആളാണ് സുധാകരൻ സാർ. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഒരു മാറ്റം പറ്റി ഞാനൊന്നും പറഞ്ഞില്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായതാണെങ്കിലും എനിക്ക് സങ്കടമുണ്ട്. അത്രയും പിണറായിയും ഗോവിന്ദൻ മാഷും അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ പിടിച്ചു നിർത്തേണ്ടതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ പാർട്ടിക്കാർക്ക്? അവർ പിടിച്ചു നിർത്താൻ ഏതാണ്ടൊക്കെ ശ്രമിച്ചു, വിളിച്ചു, സംസാരിച്ചു. പിന്നെ അതൊക്കെ എന്തൊക്കെ സംസാരിച്ചു ഇന്നേർ മാറ്റം അതൊന്നും നമുക്കറിയില്ലല്ലോ. പക്ഷെ അവർ ശ്രമിക്കാതിരിക്കോ എന്തും ആകട്ടെ, അദ്ദേഹത്തിനും ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുന്നതും ഈ ജില്ലയിൽ ആരെ ജയിപ്പിക്കണം ആരെ നിർത്തണം എന്നെല്ലാം തീരുമാനിക്കുന്നത് സുധാകരൻ സാറായിരുന്നു. അദ്ദേഹം അവിടെ ജയിക്കോ? എനിക്കറിയില്ല, ഞാൻ പറയുന്നില്ല. സെക്രട്ടറിക്ക് അറിയാം, എല്ലാം അറിയാം. ഇപ്പൊ ഒന്നും പറയല്ല, എല്ലാം അറിയാം. ഇവിടെ ആരൊക്കെ ജയിക്കുമെന്ന്. ഞാൻ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ആളാണ്. ഞാൻ ഗന്ധഗോപുരത്തിൽ ഇരിക്കുന്ന ആളല്ല. മാത്രമല്ല കേരളത്തിൽ തന്നെ എനിക്ക് പലയിടത്തും നല്ല സ്ഥലങ്ങളിലെല്ലാം മിക്ക സ്ഥലങ്ങളിലും ആര് ജയിക്കും തോക്കും എന്നുള്ള അതിൻ്റെ എല്ലാ റിപ്പോർട്ടും അല്ലെങ്കിൽ എൻ്റെ ഗസ്റ്റ് വർക്കും ഞാൻ നടത്തുന്നുണ്ട്, എനിക്കറിയാം. സെക്രട്ടറിക്ക് അങ്ങനെ വടക്കോട്ട് അങ്ങനെ അത്ര വലിയ എവിടെ നമ്മുടെ മലബാർ ചെല്ലുമ്പോൾ പറ്റി പറഞ്ഞു പോകും. പക്ഷെ എന്നാലും അവിടുത്തെ ആളുകൾ പറഞ്ഞിട്ട് അറിയാം, വിവരങ്ങളൊക്കെ അറിയാം. BJP ഇത്തവണ NDA അവരുടെ മുന്നണി ഇപ്പൊ 2020 വന്നു. പിന്നെ സാബു വന്നു, അദ്ദേഹത്തിന്റെ പാർട്ടി വന്നു. അപ്പോൾ NDA ഇത്തവണ സീറ്റ് നേടും, കൂടുതൽ സീറ്റുകൾ നേടുമെന്ന് തോന്നുന്നുണ്ടോ? എത്ര സീറ്റ് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്? ഞാനത് പ്രവചിക്കാൻ തയ്യാറല്ല. എന്നാലും സീറ്റ് കിട്ടാനിടയുണ്ടോ? അത് പറയാനുള്ള അവര് പറയുന്നു. അതെന്തുമാത്രം കിട്ടുമെന്നുള്ളതിനെ പറ്റി പ്രവചിക്കാൻ അല്പം കൂടെ കഴിയണം. കാരണം ഇപ്പൊ സീറ്റൊക്കെ പിൻവലിച്ചൊന്ന് കളം തെളിയാൻ പോകുന്നതേ ഉള്ളു. കളം തെളിഞ്ഞ ഒരു അല്പം കൂടെ മുമ്പോട്ട് ഇപ്പൊ വർക്ക് നല്ല സ്മൂത്ത് ആയിട്ടില്ല. ഒന്നുകൂടെ മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറയാം. പ്രത്യേകിച്ചും തിരുവനന്തപുരം മേഖലയാണ്. നേമം, വട്ടിയൂർക്കാവ്, അത് പിന്നെ ഒരു പരിധി വരെ കൊല്ലം, ചാത്തന്നൂര്, ആലപ്പുഴ, ഇവിടെ ചാത്തന്നൂർ, അത് കറക്റ്റ്. അവിടെയൊക്കെ സാധ്യതകളുള്ള സ്ഥലമാണ്. നേരത്തെ അവർക്ക് കുറേ അധികം വോട്ട് കിട്ടിയതാണ്. പക്ഷെ അവിടെ 100% സാധ്യത ഈ കൊല്ലം ഉണ്ട്. സീറ്റുകൾ ഏത് എന്നുള്ളത് ഒരല്പം കൂടെ കഴിയണം. കളം തെളിഞ്ഞു വന്നിട്ടില്ല. ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നൊരു കാര്യം, SNDP എന്ന് വെച്ചാൽ ഈഴവ വോട്ടുകൾ നേരത്തെ LDF-നൊപ്പം പ്രത്യേകിച്ച് CPM-നൊപ്പം നിന്നിരുന്ന വോട്ടുകൾ കുറേയൊക്കെ BJP-യിലേക്ക് പോകുന്നു എന്നാണ് കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകളായിട്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, കുറച്ച് പോയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ വോട്ട് മറുഭാഗത്തു നിന്നാണ് പോയിട്ടുള്ളത്. UDF പോയിട്ടുണ്ട്. ആ കണക്ക് ശരിയാണ്. ഒരു 5% ഈ SNDP-ക്ക് വോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
മറ്റുള്ള ഭാഗത്ത് നിന്ന് 15% പോയിട്ടുണ്ട്. ഈ LDF എന്ന് വെച്ചാൽ ഉണ്ടായ കാലം തൊട്ട് CPM-നൊപ്പം നിൽക്കുന്ന ഈഴവ വോട്ടുകൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരുന്ന വോട്ടുകളാണോ? അത് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു പോരും. പോരും. കാരണം ഇടതുപക്ഷത്തിന്റെ ബേസിൽ പിന്നോക്കക്കാരനും പട്ടികവർഗത്തിന്റെ അല്ലേ വോട്ട്, അത് സ്ഥിരമായിട്ടുണ്ട്. അതിൽ നിന്ന് വന്നും പോയി നിൽക്കുന്ന കുറെ ആളുകളുണ്ട്, അവരാണ് പോകുന്നത്. ഇപ്പൊ BJP-യുടെ കാര്യം ചോദിച്ചുകൊണ്ടാണ് ഇപ്പം K. സുരേന്ദ്രൻ ആയിരുന്നത് മാറിയിട്ട് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ വന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡർഷിപ്പ് ഇപ്പൊ നമ്മൾ നന്നായിട്ട് കാണുന്നു, കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡർഷിപ്പ് ഈ പാർട്ടിക്ക് ഗുണം ചെയ്യുന്നുണ്ടെന്നാണോ താങ്കൾ വിലയിരുത്തുന്നത്? അതെ, കാരണം പണ്ടുള്ള നേതൃത്വത്തെക്കാളും കുറെ സുതാര്യവും ജനപ്രിയമായിട്ട് ഇന്ന് രാജീവ് ചന്ദ്രശേഖരന് കൊണ്ടുനടക്കാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി ഒരു നല്ലൊരു ഗുഡ് വില്ല്, നല്ലൊരു പേര് തന്നെ വരുമ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊരു ജനപ്രിയ നേതാവായിട്ടും സാമ്പത്തികം വെട്ടിവിഴുങ്ങാനുള്ള താല്പര്യമില്ലാത്ത ഒരാളാണെന്നും ഒരു പൊതുവേ ഒരു ചിന്തയുണ്ട്. അതുകൊണ്ട് മുൻ നേതാക്കന്മാരിരുന്ന് ഭരിച്ചതിനേക്കാളും മെച്ചമായ ഒരു ഭരണം ഇന്ന് അദ്ദേഹം വന്നതിൽ പിന്നെ കേരളത്തിൽ കാഴ്ചവെക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ ശബരിമലയിലെ കാര്യങ്ങൾ, ശബരിമലയിൽ ഇപ്പൊ സർക്കാർ അവരുടെ നിലപാട് മാറ്റി എന്ന് പറയുന്നു. നമ്മൾ പൊതുവായിട്ട് അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ നിലപാട് മാറ്റമൊന്നും ഉണ്ടായില്ല, ഞങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു നേരത്തെയും പറഞ്ഞതെന്ന് പിണറായി വിജയൻ പറയുന്നു. എന്തായാലും ഇപ്പൊ ഈ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് സ്വാഗതാർഹമായിട്ടുള്ളതാണ്. ശബരിമല ഒരു ജനവികാരം ഉണ്ടായി, സ്ത്രീ പ്രവേശനത്തിന് അനുവദിക്കാത്ത ഒരു ജനവികാരം. ആ ജനവികാരത്തിൻ്റെ മുമ്പിൽ നിയമവും ചട്ടവും മാറും. ഇപ്പോൾ ഗവൺമെൻറ്റും മറിച്ച് ചിന്തിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദേവസ്വം ബോർഡും അവർ സ്ത്രീ പ്രവേശനത്തിനെതിരായി അവർ അഭിപ്രായം സുപ്രീം കോടതിയിൽ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഏതായാലും വലിയൊരു വിവാദം ഈ സ്ത്രീ പ്രവേശനമായിട്ടും സ്വർണ്ണപ്പാളിയായിട്ടും ഉണ്ടായി. ഇലക്ഷൻ കഴിയുമ്പോൾ ഇത് രണ്ടും ജനിച്ചതുപോലെ തന്നെ മരിക്കുകയും ചെയ്യും, കെട്ടടങ്ങിക്കൊള്ളും. അപ്പോൾ ഇലക്ഷൻ വരെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് അതിൽ രാഷ്ട്രീയക്കാർ ആഗ്രഹിച്ചിരുന്നു, അതിലവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മുടെ അവസാനത്തെ ചോദ്യങ്ങളിലേക്ക് പോയാൽ നരേന്ദ്രമോദിയെ കുറിച്ച് എന്താ താങ്കളുടെ ഒരു വിലയിരുത്തൽ വരിക? ഒന്നാം തരം ഭരണാധികാരി, ഇന്ത്യ നരേന്ദ്രമോദി തന്നെ ഭരിക്കണം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ ഇന്ത്യ നരേന്ദ്രമോദി ഭരിക്കണം, പിണറായി കേരളം ഭരിക്കണം. അതാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകണ്ടെന്നാണോ? പോരാ വിടുകണമായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഗതികേട് കോൺഗ്രസിന് വരുമായിരുന്നോ? നമ്മൾ സത്യസന്ധമായിട്ട് പറയണ്ടേ എല്ലാ കാര്യവും. അപ്പോഴും രാഹുൽ ഗാന്ധിക്ക് താരതമ്യേന രാഷ്ട്രീയക്കാരുടെ വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ പ്രായമല്ലേ ഉള്ളൂ, ഇനിയും കാലം ഉണ്ടല്ലോ. വരച്ചിരിക്കുന്ന ആളാ, ചെറിയ പ്രായം. പക്ഷേ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് അദ്ദേഹം ആകും എന്ന് വിചാരിക്കണ്ടോ? സാധ്യത വളരെ കുറവാണ്. പുള്ളി ഇതിന് പുള്ളി ഈ പണിക്ക് പറ്റിയ ആളല്ല. കാരണം എവിടെ നിൽക്കുന്നു, എപ്പോൾ പോകുന്നു, എപ്പോൾ വരുന്നു, കൂടെ നിൽക്കുന്നവർക്ക് പോലും അറിയാൻ പാടില്ല. രാഷ്ട്രീയം കളിക്കേണ്ടത് അങ്ങനെ അല്ല. പിന്നെ നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ആ ബലത്തിലുള്ള ശക്തി അല്ലാതെ സ്വന്തം ബലം ഒന്നുമില്ല. അപ്പോൾ കോൺഗ്രസിന് രാജ്യം ഭരിക്കില്ല എന്നാണോ വെള്ളാപ്പള്ളി വിചാരിക്കുന്നത്? വലിയ പ്രയാസമാണ്. ഇപ്പം തന്നെ അവർക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഭരിക്കാനുണ്ട് ഇന്ത്യയിൽ. പണ്ട് അങ്ങനെ ഇന്ത്യ മുഴുവൻ ഒറ്റയ്ക്ക് ഭരിച്ചിട്ടിരുന്നതല്ലേ, എങ്ങനെ പോയി പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നും പലരുടെ തെരഞ്ഞെടുപ്പും ഇപ്പം ഞങ്ങളുടെ കയ്യിലെന്ന് പറഞ്ഞ പാട്ടിൽ പൊടി കണ്ട എന്നിട്ട് എല്ലാം BJP വാരിക്കൊണ്ട് പോയില്ലേ. ശരിക്കും വെള്ളാപ്പള്ളി നടേശൻ ആരാ? CPM-കാരനാണോ, കോൺഗ്രസ്സുകാരനാണോ, BJP-കാരനാണോ? ഞാനൊരു മനുഷ്യനാണ്, സത്യങ്ങൾ പറയുന്ന ഒരു മനുഷ്യൻ, ഒത്തു പറയാതെ ഉള്ളത് പറയുന്നത് നിങ്ങൾ വിചാരിക്കുക. എനിക്ക് രാഷ്ട്രീയത്തിനാണ്, എനിക്ക് പാർലമെന്റ് മോഹമില്ല. ഒരു സ്ഥലത്ത് നിൽക്കണം, ഒരു ബോർഡ് വേണ്ട, ഒരു സ്ഥാനവും വേണ്ട, ഒരു സർക്കാരിൻ്റെ ഒരു ആനുകൂല്യത്തിലും ഒരു സ്ഥാനം ഞാൻ മോഹിക്കുന്നില്ല. ഉള്ളത് പറയണോ ഒത്തു പറയണോ, അത് നിങ്ങൾ പറയാം. ഉള്ളത് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ആരും എന്നെ തിരക്കി വരത്തില്ല. നിശ്ചയമായിട്ടും. വളരെ വളരെ നന്ദി. വളരെ നന്ദി. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് അപ്പാടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ച് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകാം, പക്ഷെ വളരെ തുറന്ന ഒരു അഭിമുഖമാണ് ഞങ്ങൾക്ക് തന്നത്. വളരെയധികം നന്ദി ശ്രീ വെള്ളാപ്പള്ളി ഞങ്ങളോട് സംസാരിച്ചതിന്. നമസ്കാരം.